നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ 8-ൽ കൂടുതലുള്ള തദ്ദേശ വാർഡുകളിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. പുതിയ കോവിഡ് നിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. ഓണപ്പൂവിളിയുമായി അത്തം വന്നെത്തി. സമൃദ്ധിയുടെ സ്മരണകൾ ഉയർത്തിയാണ് അത്തം ആരംഭിച്ചത്. ചിങ്ങക്കൊയ്ത്തിന്റെ സ്മൃതിയിലേക്ക് മലയാളികൾ കൺതുറക്കുന്ന അത്തദിനം ഓണത്തിലേക്കുള്ള വാതിലും തുറന്നുവെക്കുന്നു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് LDF നിലനിർത്തി. 244 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മൂത്താട്ട് സജിലയാണ് വിജയിച്ചത്. വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച LDF-ലെ സഹിറ ബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. താനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 3-ൽ 1 ഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നു. പോലീസിന്റെ ജനറൽ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റം. പുറത്തൂരിന് ഓണപ്പൂക്കളം ഒരുക്കാൻ വീട്ടുപറമ്പിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിക്ക് 100 മേനി. തൃത്തല്ലൂരിൽ പുറത്തൂർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ K ഗോപിനാഥാണ് തന്റെ പറമ്പിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. മണലിപ്പുഴ UAE KMCCയുടെ ചികിത്സാ ഉപകരണങ്ങൾ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി കൈമാറി. സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വളവന്നൂർ ബാഫക്കി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 113 കുട്ടികളെ PTA-യും മാനേജ്മെന്റും ചേർന്ന് അനുമോദിച്ചു. കോവിഡ് പ്രതിസന്ധികളും CBSE-യുടെ നിയന്ത്രണങ്ങളും മറികടന്ന CBSE പൊതുപരീക്ഷയിൽ മികച്ച വിജയമാണ് MES സെൻട്രൽ സ്കൂൾ താനൂർ നേടിയതെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CBSE പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ താനൂർ MES സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താനൂർ മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അനുമതി നൽകിയാൽ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ സജ്ജമായതായി അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.